പ്രിയപ്പെട്ടവരെ, എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇത്തവണത്തെ വ്ളോഗ് ആരംഭിക്കുന്നത് കൊടൈക്കനാലിലേക്കുള്ള ട്രിപ്പിലാണ് കേട്ടോ. കൂടെ അനീഷും പ്രിയപ്പെട്ട KTMൻ്റെ സഹപ്രവർത്തകരും കൂടി ഞങ്ങൾ കൊടൈക്കനാലിലേക്ക് ട്രിപ്പ് പോവാണ്. അപ്പം 24-ാം തീയതി രാത്രി 10 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 11-11:30 KTMൻ്റെ ഷോറൂം പെരിന്തൽമണ്ണയിലെത്തി. ഞങ്ങളൊരു ചായ കുടിക്കാൻ പോയി. കാരണം ലോങ് ഡ്രൈവാണ്, 240 കിലോമീറ്ററോളം ഞങ്ങൾക്ക് സിംഗിൾ സൈഡ് വരും. അപ്പം ചായയൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ആയിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ പോയപ്പോൾ ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ടൗണിൽ തന്നെ. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചിട്ട് പോയിട്ട് ഞങ്ങൾക്ക് രാവിലെ ഈ സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രാവിലെ ഒരു 7 മണി 6:30-7 മണിയാണ് ഞങ്ങൾ ഡെസ്റ്റിനേഷൻ എത്തുന്ന ടൈം ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് റൂമിലിരുന്നിട്ട് കുറച്ച് റിലാക്സ് ആക്കിയിട്ട് പിന്നെ പുറത്തിറങ്ങാമെന്നുള്ള പ്ലാനാണ്. കാരണം ഇവിടുന്ന് രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രി അവിടെ എത്താൻ. അങ്ങനെ ഞങ്ങൾ നേരെ കൊടൈക്കനാലിലേക്ക് തിരിച്ചു. നല്ല രാത്രിയായിരുന്നു. അന്ന് ഒരുപാട് റൈഡേഴ്സ്, ഒരുപാട് കാറിലും ബൈക്കിലും ഒക്കെ ജീപ്പിലൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ കൊടൈക്കനാൽ ഭാഗത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ചിട്ട് മലപ്പുറം ജില്ലക്കാർ. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ കാണുന്ന വണ്ടീൻ്റെ നമ്പർ മുഴുവൻ KL10, KL71, KL11 ആ ഒരു നമ്പറുകളായിരുന്നു. പിറ്റേ ദിവസം പറയാലോ ഒരുപാട് ആൾക്കാർ ഞങ്ങൾ കൊടൈക്കനാലിൽ നിന്ന് കണ്ടും ചെയ്തു. കാരണം മലപ്പുറം ജില്ല മൊത്തം അന്ന് കൊടൈക്കനാലുണ്ടായിരുന്നു. ഞങ്ങൾ കരുതിയ പോലെ രാത്രി വലിയ ബ്ലോക്കുകളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. റോഡ് ഫുള്ള് ഓപ്പൺ ആയിരുന്നു, നല്ല സുഖമായിരുന്നു പോകാൻ. ഇവിടെ കേരള ബോർഡർ കഴിഞ്ഞതിന് ശേഷം നല്ല അടിപൊളി റോഡുകളായിരുന്നു. അങ്ങനെയുള്ള പളനിക്കടുത്ത് ഒരു ചായക്കട കണ്ടു. അവിടുന്ന് രാവിലെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. പോണ വഴിയിൽ വേറെ കടകളൊന്നും കണ്ടില്ല. ലോട്ടറി കടകൾ കുറേ ഉണ്ടായിരുന്നു രാവിലെ തുറന്നത്. പക്ഷേ ചായക്കടകൾ കിട്ടി ഞങ്ങൾക്ക് പളനി എത്താനായപ്പോഴാണ്. എല്ലാവരും അത്യാവശ്യം ക്ഷീണിച്ചിട്ടുണ്ട്, രാവിലെ പോയതല്ല. അപ്പോൾ ഓരോ ചായയും എന്തെങ്കിലും കേക്കോ എന്തെങ്കിലും കഴിക്കാമെന്ന് എഴുതിയിട്ട് ഇറങ്ങിയതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുമ്പോൾ അതാകണം നമ്മളെ നാട്ടിലുള്ള കുറേ ആൾക്കാർ ബൈക്കുമ്പോൾ നേരെ വിടും കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഈ നേരത്തെ നമ്മൾ പോകുമ്പം റൈഡേഴ്സിനെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നൊരു സമയം. കാരണം എല്ലാവരും മൂവ് ചെയ്യുന്നൊരു ടൈമാണ് ഈ സമയങ്ങളിൽ, വെളുപ്പാൻ കാലത്ത്. അങ്ങനെ ഞങ്ങൾ പോയി പളനിയിലെത്തി. പളനി അമ്പലമാണ് ഈ കാണുന്നത്. നല്ലൊരു കാഴ്ച തന്നെ കേട്ടോ വെളുപ്പിനെ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ കൊടൈക്കനാലിലേക്കുള്ള ഗേറ്റ് കയറാണ്. ഇവിടെ ഞങ്ങൾ കയറിയപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളൊരു ബുദ്ധിമുട്ടാണല്ലോ. കണ്ട ചെക്ക് പോസ്റ്റിൽ മുഴുവൻ പോലീസുകാർ. നമ്മളെ പേപ്പറെല്ലാം ഫിറ്റാണ്. എങ്കിൽ പോലും എല്ലാവരും എൻട്രി ഫീസ് എന്ന് പറഞ്ഞിട്ട് 100 രൂപ ഞങ്ങളടുത്ത് പറ്റിച്ച് വാങ്ങുന്നുണ്ട്. അത് വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. കാരണം നമുക്ക് വേണമെങ്കിൽ കൊടുക്കാതിരിക്കാം, പക്ഷേ കുറച്ച് നേരം അവിടെ സംസാരങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ കൊടുത്തു പോന്നു. ഇങ്ങനെ ആയിരക്കണക്കിന് പാസഞ്ചേഴ്സ് കൊടൈക്കനാലിലെ ഭാഗത്തേക്ക് നിന്ന് കയറിയിട്ടുണ്ട്. അവരുടെ അടുത്ത് നിന്നൊക്കെ 100 രൂപ വെച്ചിട്ട് വാങ്ങുകയാണെങ്കിൽ അവർ എത്ര രൂപ ഒരു ദിവസം ഉണ്ടാക്കിയിട്ടുണ്ടോ? വളരെ മോശം പ്രവൃത്തി തന്നെയാണ്. ഇതിനൊക്കെ വന്നിച്ച് നമ്മളെ കേരള പോലീസ് ഇങ്ങനെയുള്ള ഒരു തെണ്ടിത്തരം കാണിക്കില്ല. കാരണം ടൂറിസ്റ്റിനെ ഉപദ്രവിക്കരുത്. ടൂറിസ്റ്റ് വരുമ്പോഴാണ് ഒരു നാട് നന്നാവുക, ഒരു നാട് അറിയപ്പെടുന്നത്. കാരണം ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവിടെ അവർക്ക് സ്റ്റേകൾ കൂടും, ഹോട്ടലിന് കച്ചവടം വർദ്ധിക്കും, സാധാരണ കച്ചവടങ്ങൾ വർദ്ധിക്കും, ഡ്രസ്സിൻ്റെ കച്ചവടം വർദ്ധിക്കും, എല്ലാ രീതിയിലും ആ ഒരു നാട് വികസിക്കുക ചെയ്യുക. അപ്പോൾ ടൂറിസ്റ്റുകൾക്ക് ഉപദ്രവം ഉണ്ടാവുന്ന ഒരു രീതിയിലുള്ള ഇങ്ങനെയുള്ള പരിപാടികളും ഒരു ആൾക്കാരും കാണിക്കരുത്. അങ്ങനെ ഞങ്ങൾ കൊടൈക്കനാലിൽ എത്താനായപ്പോൾ നല്ല വ്യൂകളൊക്കെ കിട്ടിയിട്ടോ. ഫസ്റ്റ് എയർപിൻ്റെ ഒക്കെ കയറിയപ്പോൾ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ കോട ഇറങ്ങി കോട അടിച്ച് കിടക്കുന്നത് കണ്ടു ഞങ്ങൾ വണ്ടിയിലിരിക്കുമ്പോൾ. നല്ല സൂപ്പറായിരുന്നു, അടിപൊളിയായിട്ട് കാണാം. കണ്ടോ സൈഡിലൊക്കെ അടിപൊളിയായിട്ട് താഴത്ത് നല്ല കോട മഞ്ഞ് മൂടി കിടക്കുന്നുണ്ട്. അങ്ങനെ കൊടൈക്കനാൽ ടൗൺ എത്തുന്നതിന് മുന്നുള്ള വെള്ളച്ചാട്ടം കണ്ടു. അവിടെ ഒരുപാട് പേര് റോട്ടിൽ തടിച്ചു കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി. കാരണം വണ്ടിയിലിറങ്ങി കുറച്ച് നടന്നു പോകണം. അവിടെ ഒരു പുതിയ പാലം, പഴയ പാലമുണ്ട്. ആ പഴയ പാലത്തിൻ്റെ അപ്പുറ സൈഡിലാണ് വെള്ളച്ചാട്ടം ഉള്ളത്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടല്ലോ, ഈ വെള്ളച്ചാട്ടം കാണാൻ വരുന്നവരുടെ കച്ചവടം പ്രതീക്ഷിച്ചിട്ടാണ് ഈ റോഡ് സൈഡിൽ ഇത്രയും കടകൾ. അപ്പോൾ അവരെ ഉപജീവനമാർഗം എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ തന്നെയാണ്. അപ്പം മാക്സിമം എല്ലാവരും അതാത് ഏരിയയിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അല്ല ടൂറിസ്റ്റുകളെ ബുദ്ധിമുട്ടിപ്പിക്കലുണ്ട്. സർക്കാരൊക്കെ ടൂറിസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യാണ് വേണ്ടത്. നേരത്തെ പറഞ്ഞില്ല, പോലീസുകാർ ചെയ്തത് തീരെ ശരിയായില്ല. ഇനി ഞങ്ങൾ കൊടൈക്കനാൽ പോയ അന്നത്തെ പറഞ്ഞാൽ എല്ലാ മുക്കിലും മൂലയിലും ചെക്കിങ്ങാണ്. പോണ വണ്ടിക്കാരൻ മൊത്തം പിടിക്കുന്നുണ്ട്. എല്ലാവരും ചെക്ക് ചെയ്തിട്ട് ഒരു 100 രൂപ അടിക്കാനുള്ള എന്തെങ്കിലും വകുപ്പുണ്ടോ നോക്കിയിട്ടാണ് പോലീസുകാർ നടക്കുന്നത്. വണ്ടിൻ്റെ പുറകെ നടക്കും, വണ്ടീൻ്റെ നമ്പർ പ്ലേറ്റോ വല്ല സ്ക്രൂ കഴിഞ്ഞിട്ടുണ്ടോ നോക്കും. ഭയങ്കര മോശം പ്രവൃത്തി തന്നെയാണ് പറയാം. അതേപോലെ കൊടൈക്കനാലിൽ വന്നിട്ട് എനിക്കൊരു മോശമായിട്ട് തോന്നിയത് ഇവിടുത്തെ ഫുഡാണ്. ഭയങ്കര റേറ്റ് പറഞ്ഞാൽ ഭയങ്കര റേറ്റ്. ഒരു പൊറോട്ടയ്ക്ക് 25 രൂപയാണ്. ചെറിയൊരു പോർഷൻ ചിക്കന് 150 രൂപയാണ്. അതൊക്കെ സാധാ നാട്ടിലെ മീൽസ് ഞങ്ങൾ കഴിച്ചിരുന്നു. 145 രൂപയാണ് ഒരു സാധാ കറി ചോറും ഉള്ളതിന് സംഭവത്തിന്. ഭയങ്കര റേറ്റ് പറഞ്ഞാൽ ഭയങ്കര റേറ്റ്. ശരിക്കും നമ്മളെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ വലിയ ചെറിയൊരു തട്ടുകടയൊക്കെ ഇട്ട് കൂടിക്കഴിഞ്ഞാൽ അവന്
നല്ല വരുമാനം ഉണ്ടാവും, നല്ല ബിസിനസ്സും ആയിരിക്കും. എന്തെങ്കിലും ഹോട്ടൽ കച്ചവടം തുടങ്ങിക്കഴിഞ്ഞാൽ എന്തോരം അറപ്പാണ്, കഴുത്തറപ്പൻ എമൗണ്ടുകളാണ് വാങ്ങുന്നത്. അതേപോലെ ടൗണ് തീരെ വൃത്തിയില്ല. പിന്നെ കണ്ടൊരു പോരായ്മയാണ് ഇടുങ്ങിയ ടൗണ് തീരെ വൃത്തിയില്ല. അതൊക്കെ റോഡിലൊക്കെ നല്ല കട്ടറുള്ള സ്ഥലങ്ങൾ പല സ്ഥലങ്ങളും കണ്ടു. ചെറിയൊരു ടൗണാണ്, ഒരു മലമുകളിൽ റിമോട്ട് ഏരിയയാണ്. ചുറ്റും ഒരു കാണാൻ പ്രകൃതിയുടെ വരദാനമായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പം ഇവിടുത്തെ സർക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഒന്നുകൂടി ക്ലീൻ ആക്കണതൊക്കെ. ഇപ്പം നമ്മൾ ഊട്ടി പോലെയൊക്കെ ആണെങ്കിൽ, ഊട്ടി കൂടല്ലൂരൊക്കെ ആണെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീനാണ്, പ്ലാസ്റ്റിക്കിന് നിരോധിത മേഖലയാണ്. അതേപോലെ നല്ല പക്കയാണ് അവിടെയൊക്കെ. ഇപ്പം നാടുകാണിയിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടാവും, അവിടെയൊക്കെ നല്ല വൃത്തിയാണ് ടൗണൊക്കെ കാണാൻ. ഇവിടെ അങ്ങനെയല്ല, ഫുള്ള് അലമ്പാണ്. ഫുഡ് കഴിക്കണ ഹോട്ടലിൻ്റെ മുന്നിലൊക്കെ ഫുള്ള് വേസ്റ്റുകളാണ്, മണത്തിട്ട് നിൽക്കാൻ പറ്റില്ല അവിടെയൊക്കെ. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമുണ്ട്. അപ്പം നമ്മൾ ടൂർ പോകണ ഏറ്റവും നല്ലത് ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള സെറ്റപ്പുകളിലാണ് പോകണമെന്നുണ്ടെങ്കിൽ ഓക്കെ. അതല്ലാതെ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചാൽ വയറിന് എന്തെങ്കിലും ഒരു വയ്യായിക വരും. കാരണം വന്നിട്ടുണ്ട് നമ്മളെ കൂട്ടത്തിൽ വന്നവർക്കൊക്കെ ഓരോ ബുദ്ധിമുട്ടുകൾ. കാരണം ഫുഡ് അത്രയും മോശം തന്നെയായിരുന്നു, പറയാതിരിക്കാൻ വയ്യത്. പക്ഷേ ഡെസ്റ്റിനേഷൻ അടിപൊളിയാണ്. ഒരു 5-6 സ്ഥലങ്ങളുണ്ട് കൊടൈക്കനാൽ കാണേണ്ടത്. കൂക്കാൽ, പൂണ്ടി, മന്നമന്നൂർ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. കൊടൈക്കനാൽ ലേക്ക്, കൊടൈക്കനാൽ വ്യൂ പോയിൻറ്റ്, അങ്ങനെ കുറച്ച് ഏരിയകളുണ്ട്. അടിപൊളിയാട്ടോ. ഞങ്ങൾ 2 ദിവസത്തെ ട്രിപ്പായിട്ട് വന്നത്. ഞങ്ങൾ നേരെ റിസോർട്ട് ബുക്ക് ചെയ്തിരുന്നു. ഇവിടുന്ന് ശ്യാമും മുനീഫൊക്കെയാണ് റിസോർട്ട് ബുക്ക് ചെയ്തത്. മിസ്റ്റി മൗണ്ട് എന്ന് പറഞ്ഞൊരു ഹില്ലിലാണ്, അവിടെ അടിപൊളിയാണ് റിസോർട്ട്. അപ്പോൾ അനീഷ് ഉണ്ട്, അനീഷ് എൻ്റെ ഫ്രണ്ട്. ഇതിന് മുന്നേ നമ്മൾ വേറെ വ്ളോഗിൽ വന്നിട്ടില്ല. അവൻ്റെ വണ്ടിയാണ് മുന്നിൽ പോകുന്നത്. അവൻ്റെ എർട്ടിഗയും എൻ്റെ വേഗനറും എടുത്തിട്ടാണ് ഞങ്ങൾ പോയത്. 2 വണ്ടികളായിട്ട് ഞങ്ങൾ 10 പേരുണ്ടായിരുന്നു. 10 അല്ല 9 പേരുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതാണ് നമ്മളെ കൊടൈക്കനാൽ ടൗണിലുള്ള ലേക്ക്. അടിപൊളി കേട്ടോ. രാവിലെ തന്നെ കോട അടിച്ച് കിടക്കുന്നുണ്ടല്ലേ, എന്തോ ഒരു രസമായിരുന്നു അറിയാം കാണാൻ. കൊടൈക്കനാലിൽ ഈ കോട വന്നിറങ്ങുന്നത് ഒരു പ്രത്യേക വൈബ് തന്നെ കേട്ടോ കാണാൻ. ഈ പേര് കിട്ടിയത് തന്നെ അതുകൊണ്ട് തന്നെ ആയിരിക്കും കൊടൈക്കനാൽ എന്നുള്ള പേര് വന്നത്. അതേപോലെ അവിടുത്തെ ലോക്കൽസ് ആൾക്കാർ, അവരെ ഒരു വസ്ത്രധാരണം, അവരുടെ ജീവിത ശൈലിയും ചുറ്റുപാടൊക്കെ ഭയങ്കര രസം തന്നെ കേട്ടോ. റോഡ് സൈഡിലൊക്കെ ചെറിയ ചെറിയ തട്ടുകടകൾ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറിയ ഈ ചിക്കൻ ചില്ലി, നൂഡിൽസ്, ബജ്ജികൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ലഘുഭക്ഷണങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ഒരു ഹൈജീനിക് അല്ല, തീരെ വൃത്തിയില്ല സംഭവങ്ങളൊന്നും. പിന്നെ സ്റ്റാൻഡേർഡ് 1-2 ചെറിയൊരു ഹോട്ടലുകൾ കണ്ടു അവിടെ ടൗണിൽ. അവിടെയും നല്ല കഴുത്തറപ്പ് റേറ്റാണ്. ബിരിയാണിക്കൊക്കെ 190, 200, 250 രൂപയ്ക്കാണ് ബിരിയാണിക്ക് വരുന്നത്. ഞങ്ങൾ ഈ 9 പേർക്ക് രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ചതിന് ഞങ്ങൾ ആകെ കഴിച്ചത് 2 ദോശ വെച്ചിട്ടാണ്, വേറെ ഒന്നുമില്ല, ചായയൊന്നുമില്ല, ദോശയും ചട്ടിനിയും മാത്രം. അതിന് മാത്രം ഞങ്ങൾക്ക് 1000 രൂപയോളം ബില്ല് പോയി. അതാണ് അവിടുത്തെ അവസ്ഥ 9 പേർക്ക് കഴിച്ചിട്ട്. നാട്ടിലാണെങ്കിൽ എത്ര രൂപ വരും 2 ദോശ കഴിച്ച് കഴിഞ്ഞാൽ? അതാണ് അവിടുത്തെ മാറ്റം. ദോശ എന്ന് പറഞ്ഞാൽ ബ്ലേഡ് പോലെ കട്ടിയുള്ള ദോശ. അപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ നിങ്ങളൊന്ന് കരുതണം എന്തെങ്കിലും, അതല്ലെങ്കിൽ പൈസ അത്രയും നമ്മളടുത്തുനിന്ന് പൊട്ടും. പക്ഷേ ഡെസ്റ്റിനേഷൻ നമ്മളെ ലൈഫിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കൊടൈക്കനാൽ. എല്ലാവരും ഇങ്ങനെ പറയുന്നത് കേട്ട്, അല്ലെങ്കിൽ കൊടൈക്കനാൽ ഊട്ടി എന്ന് പറയുന്ന പോലെയല്ല, ഒരു വൈബ് തന്നെയാണ്. ഞങ്ങൾ നിന്നത് പറഞ്ഞാൽ കൊടൈക്കനാലിലെ ഏറ്റവും ടോപ്പ് ഹിൽ സ്റ്റേഷനിലാണ്. ഒരുപാട് ദൂരം മല കയറണം. കൊടൈക്കനാൽ ടൗണിൽ നിന്നൊരു 4-5 കിലോമീറ്റർ പോകണം. ടൗണിൽ തന്നെയാണ്. ടൗണിൽ നിന്ന് നേരെ അവിടെ ടൗണിൻ്റെ ബാക്കിൽ വലിയൊരു മല ഉണ്ട്. ആ മലൻ്റെ മുകളിലാണ് ഞങ്ങൾ റൂം എന്ന് പറഞ്ഞാൽ ആ പ്രോപ്പർട്ടി മൊത്തം. അവിടെ ഒരു മിസ്റ്റി റിസോർട്ട് എന്നാണ് പേര്. അടിപൊളിയാണ്. ഇതുണ്ടല്ലേ, റോഡ് നല്ല കയറ്റാണ്, ചെങ്കുത്തായ കയറ്റാണ്. അത് നമ്മൾ കയറി പോരുന്ന സമയത്ത് ഇൻകേസ് ഫ്രണ്ടിലൊരു വണ്ടി വന്ന് വട്ടം ചാടുകയോ അല്ലെങ്കിൽ ബ്രേക്ക് പിടിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ പിന്നെ വണ്ടി ഒലിക്കില്ല. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടാണ്. വണ്ടിയിൽ നിന്ന് ആളിറങ്ങിയിട്ട് പിന്നെ കട്ട വെച്ചിട്ട് പോകേണ്ടി വരും. കാരണം പല വണ്ടികളും റോട്ടിൽ കുടുങ്ങിയിട്ടുണ്ട്. അത്രയും ചെങ്കുത്തായ കയറ്റാണ്. അതേപോലെ വണ്ടിക്ക് തണുപ്പ് കാരണം ഡീസൽ വണ്ടികൾ, ഞങ്ങൾ പോയെന്ന് ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ ഡീസൽ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഡീസൽ കറക്റ്റായിട്ട് പമ്പ് ചെയ്യില്ല, അപ്പോൾ വണ്ടി വലിക്കില്ല. വണ്ടി നമ്മൾ ഈ കുളു മണാലിയിലൊക്കെ പോയ പോലെ വണ്ടി മൂവ് ചെയ്യാതെ നിൽക്കും. ആക്സിലേറ്റർ കൊടുത്താലും വണ്ടി അവിടെ പതുങ്ങി കിടക്കും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഡീസൽ വണ്ടി കൊണ്ട് പോയാൽ. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങനെ രാവിലെ തന്നെ റിസോർട്ടിൻ്റെ അടുത്തെത്താനായി. റിസോർട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഞങ്ങൾ റിസോർട്ട് പോയിട്ട് അവിടുന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് വീണ്ടും തിരിച്ചിറങ്ങാമെന്നുള്ള പ്ലാനാണ്. പോകുന്ന ഭാഗത്ത് കുറേ തോട്ടങ്ങളൊക്കെ കണ്ടു. സ്ട്രോബെറി ഉണ്ട്, അതായിരിക്കും സബർജില്ലിൻ്റെ തോട്ടങ്ങളുണ്ട്, പിന്നെ ഫ്രാഷൻ ഫ്രൂട്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറേ ഫ്രൂട്ട്സിൻ്റെ തോട്ടങ്ങളുണ്ട്. കോട നല്ല പോലെ അടിച്ചിറങ്ങുന്ന സമയം കേട്ടോ. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് വീണ്ടും കുറേ ദൂരമുണ്ട് ടൗണിൽ നിന്ന്.
പക്ഷേ ടൗണിൽ തന്നെയാണ്. ടൗണിൽ നിന്ന് നേരെ ഹിൽ സ്റ്റേഷനിലേക്ക് കയറുകയാണ്. അപ്പം ഇത് ഈ പ്രോപ്പർട്ടിയിലേക്ക് പോകുന്ന വഴിയാണ്, വേറെ അല്ലാതെ ഇവിടെ വീടുകളും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഫുള്ള് റിസോർട്ട് ഏരിയകളാണ് ഈ പോകുന്ന റൂട്ട് മൊത്തം. അപ്പോൾ ഞങ്ങൾ നേരെ റിസോർട്ടിലേക്ക് എത്തിയിട്ട് പിന്നെ ബാഗും കാര്യങ്ങളൊക്കെ വെച്ച് ഒന്ന് ഫ്രഷപ്പായിട്ട് ഒന്ന് പുറത്തേക്ക് വരാമെന്നുള്ള പ്ലാനാണ്. അപ്പോൾ ഞങ്ങൾ കരുതിയത് റിസോർട്ടിൽ പോയിട്ട് ഇങ്ങോട്ട് റിട്ടേൺ വരാം. അപ്പോൾ ചെന്ന് നോക്കുമ്പോഴാണ് കയറി നോക്കുമ്പോഴാണ് മനസ്സിലാണ് ഈ പോയ റൂട്ടൊന്നും തിരിച്ചിറങ്ങണമെങ്കിൽ 8ൻ്റെ പണി കിട്ടും. കാരണം എന്താ വെച്ചാൽ അത്രയും കയറ്റാണ്. ഇപ്പം ഞങ്ങൾ പോയപ്പോൾ തന്നെ വണ്ടി 1-2 സ്ഥലത്ത് നിന്നു, പിന്നെ വലിയാതായി. ഇതാണ് റിസോർട്ടിൻ്റെ പ്രോപ്പർട്ടീസ്. ഈ ഏരിയ മൊത്തം വരെ കയ്യിലിട്ടോ ഒരു വലിയ 2-3 മലകളാണ്. ഈ മലകളിൽ മൊത്തം റിസോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം റിസോർട്ട് പല ഏരിയയിലായിട്ട് സെറ്റാക്കിയിട്ട് പല വ്യൂവിലും പല വ്യൂ പോയിൻറ്റിലുമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഓരോ റിസോർട്ടിനും ഓരോ പ്രത്യേക എമൗണ്ടുകൾ തന്നെയാണ്. പക്ഷേ ഒരിക്കലെങ്കിലുമൊക്കെ നിങ്ങൾ ഈ ഏരിയയിലൊക്കെ വരണം. കൊടൈക്കനാലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഏരിയയിൽ വരാം. ഇവിടെ നമുക്ക് പളനി, മറ്റേ കോയമ്പത്തൂർ ഭാഗം, പൊള്ളാച്ചി ഭാഗമൊക്കെ കാണുന്ന വ്യൂ പോയിന്റുകളുണ്ട് ഈ റിസോർട്ടിൻ്റെ ബാക്ക് സൈഡിൽ. അവിടെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിട്ടാണ് കാണാൻ, ഒരു രക്ഷയില്ല. നമ്മൾ ഈ കാണുന്ന റിസോർട്ടുകൾ കണ്ടില്ലേ, നല്ല കോട പുതച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ എന്താ വെച്ചാൽ തണുപ്പ് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല, അത്രയും തണുപ്പാണ്. അത് സഹിക്കാൻ കഴിയുന്നവർ മാത്രം ഈ ഏരിയയിൽ റൂമുകൾ എടുക്കുക. പിന്നെ ഒന്നാമത് ഈ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഇവിടെ തണുപ്പ് വരുന്ന സമയങ്ങളാണ്, ഇവിടുത്തെ സീസൺ ടൈമാണ്. അതുകൊണ്ടായിരിക്കും ഇത്രയും തണുപ്പുന്നത്. കാരണം ഈ അടുത്ത കാലത്ത് ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്, ഇത്രയും തണുപ്പ് അനുഭവിച്ച സ്ഥലങ്ങൾ ഉണ്ടായിട്ടില്ല. കാരണം അത്രയും തണുപ്പ് പറഞ്ഞല്ലേ, വണ്ടി കയറ്റാൻ വലിക്കില്ല എന്ന്, അത്രയും അതിന് ആ കോട വന്നിട്ട് വണ്ടിയിലേക്ക് നമുക്ക് എയർ ഫിൽറ്ററിൽ എയർ കയറാതെ വണ്ടി വലിക്കാത്തൊരു ഫ്യൂല് പ്രോപ്പറായിട്ട് ഇഞ്ചക്ഷൻ ചെയ്യാത്തൊരു പ്രശ്നമാണ്. ഫ്യൂല് കത്തില്ല ഇത്രയും തണുപ്പായത് കാരണം. അപ്പം നമ്മൾ എൻ്റെ കാറ് എടുത്തിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ കാറിൽ ഞങ്ങൾ ഹീറ്റർ ഇട്ടത്. കാരണം എന്താ വെച്ചാൽ കാറിൽ ഹീറ്ററിൻ്റെ ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. നമ്മളെ കാറ് പുത്തം വാങ്ങിയിട്ട് ഈ സമയത്ത് ഈ ട്രിപ്പിൽ മാത്രം നമ്മൾ ഹീറ്റർ ഇട്ട്. കാരണം അത്രയും തണുപ്പായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എത്രത്തോളം ഉണ്ടാവുക തണുപ്പ് എന്നുള്ളത്. അത്രയും തണുപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമിൻ്റെ ഫ്രണ്ട് ഏജാണ് ഈ കാണുന്നത്. റൂമിലേക്ക് പോവുകയാണ്. ബാഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് കടക്കാമെന്ന് കരുതി. ആ കാണുന്ന റെഡാണ് ഞങ്ങൾ റൂം. അതിൻ്റെ 2 ഫ്ലോറായിട്ടുണ്ട്, അടിയിലും മുകളിലായിട്ട്. അങ്ങനെ റൂം കയറി അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി. പുറത്തൊരു മലയാളീസിൻ്റെ ഹോട്ടലാണ്. അവിടെ ചെന്നപ്പം ഞങ്ങൾ രാവിലത്തെ ഭക്ഷണം റൂമിൽ നിന്ന് കഴിച്ചു, ഉച്ചക്കുള്ളത് ഇവിടുന്ന് കഴിച്ചു. അവിടുന്ന് ചോറും ബിരിയാണിയൊക്കെ കഴിച്ചു. അതിന് ശേഷം ഞങ്ങൾ നേരെ കൂക്കാൽ, പൂമ്പാറ, പൂണ്ടി കാണാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ഒരു രക്ഷയില്ല. കൊടൈക്കനാൽ കണ്ട ആ ക്ലൈമറ്റേ അല്ല കൂക്കാൽ റൂട്ടിലൊന്നും. കാരണം ഫുള്ള് ഫോഗ് അടിച്ച് കിടക്കുകയാണ്. കുറച്ച് ഇതിപ്പോൾ ഉച്ച സമയം കേട്ടോ ഈ നിങ്ങൾ ഈ കാണുന്നത്, 1 മണി ആ സമയത്താണ്. ഫൈൻ ഫോറസ്റ്റാണ് കാണുന്നത്. സൈഡിൽ കുറേ കടകളൊക്കെ ഉണ്ട്, ഒരുപാട് വിനോദസഞ്ചാരികളുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ മലപ്പുറംകാരാണ് ഏറ്റവും കൂടുതൽ. എല്ലാ വണ്ടി നോക്കിയെല്ലാവരും KL10, KL51, KL11 വണ്ടികളൊക്കെയാണ് ഇഷ്ടം പോലെ. നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർ മൊത്തം ഉണ്ട്. ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഡേ എங்கே பார்த்தாലും നീതാനാട എന്ന് പറയുന്നത്. അതേപോലെ എവിടെ പോയാലും മലയാളികൾ തന്നെയാണ്, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലക്കാർ. അങ്ങനെ ഞങ്ങൾ പൂക്കാൽ പോകാൻ വേണ്ടിയിട്ട് വണ്ടി കൊണ്ടുപോയി. ഞങ്ങൾ ഏകദേശം ഒരു 10 കിലോമീറ്ററോളം ഉള്ളിലോട്ട് പോയപ്പോഴാണ് ഈ കാണുന്ന കാഴ്ച. കാരണം വണ്ടി അനങ്ങാൻ പറ്റാത്ത അത്രയും ബ്ലോക്ക്, ഫുൾ ബ്ലോക്ക് പറഞ്ഞാൽ ഫുൾ ബ്ലോക്ക്. ഈ റോഡ് പൂക്കാലിലേക്ക് പോകുന്നതാണ്. പൂണ്ടിക്ക് പോണ പൂണ്ടി പോണ റോട്ടാണ്. മന്നവന്നൂർ താഴത്തേക്കുള്ള റൂട്ടാണ്. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഫുൾ ബ്ലോക്ക്. വണ്ടി ഒരു 1/2 മണിക്കൂറൊക്കെ നിന്നിട്ടാണ് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അനീഷിനോട് പറഞ്ഞു നമുക്ക് എന്തായാലും ആ ഏരിയയിലേക്ക് ഇപ്പോൾ പോകണ്ട, പോയി കഴിഞ്ഞാൽ തിരിച്ച് ഞങ്ങളിപ്പോൾ 1 മണിയായി. ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ ഇത് ഫോറസ്റ്റ് ഏരിയയാണ്, നമുക്ക് തിരിച്ച് റിസോർട്ടിലേക്ക് പ്രോപ്പറായിട്ട് ടൈമിൽ എത്താൻ പറ്റില്ല, നമുക്ക് വണ്ടി തിരിച്ചു വിടാമെന്നാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടി ഇവിടുന്ന് തിരിച്ചു. കാരണം ഇപ്പോൾ ഈ വണ്ടി ബ്ലോക്കായി കിടക്കുന്നിടത്തുനിന്ന് ഒരു 14 കിലോമീറ്റർ കൂടിയും പോയാലേ കൂക്കാലെത്തുള്ളൂ. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്ക് ഇതിലേറെ വലിയ ബ്ലോക്കായിരിക്കും. അപ്പം ഫുള്ള് മലയാളീസ് എല്ലാവരും ഈ റീല് കണ്ടിട്ടാണ് ഈ കൂക്കാൽ പൂണ്ടി ഭാഗത്തേക്ക് പോകുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പം അടുത്ത് പബ്ലിസിറ്റി കിട്ടിയ ഒരു ലൊക്കേഷനാണ് അതൊക്കെ. റീലിൽ കൂടെ, ഇൻസ്റ്റഗ്രാം റീലിൽ കൂടെ ട്രെൻഡിങ് ആയി വന്ന സ്ഥലങ്ങളാണ് അതെല്ലാം. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴും വീണ്ടും ബ്ലോക്ക്. കാരണം പോണ വണ്ടികളെല്ലാം ഓഫ് സൈഡ് കയറിയിട്ട് വണ്ടി ഓവർടേക്ക് ചെയ്ത് വരികയാണ്. അപ്പോൾ നമ്മളെ വണ്ടികളൊക്കെ ബ്ലോക്കായി. അപ്പോൾ ഞങ്ങൾ സൈഡ് കൊടുത്ത ഒരു ഗ്യാപ്പിട്ട് ഇങ്ങനെ പോയി. പക്ഷേ വന്നത് മുതലായി ഈ കോടമഞ്ഞ് കാണാനും ഈ ഫൈൻ ഫോറസ്റ്റൊക്കെ കാണാൻ പറ്റി. കാരണം അത്രയും കോടടിച്ച് കിടക്കുകയാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു സംഭവം. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നമ്മളിങ്ങനെയുള്ള ഒരു ഡെസ്റ്റിനേഷനിൽ പോകുമ്പം നമ്മളവിടുത്തെ ക്രൗഡ് ഒന്ന് മൈൻഡ് ചെയ്യണം. കാരണം ഇത്രയും സെറ്റപ്പിൽ ഇത്രയും ക്രൗഡ് വരും എന്നുള്ളൊരു കാൽക്കുലേഷൻ വേണം. അതല്ലെങ്കിൽ നമുക്ക് ആ ലൊക്കേഷനൊന്നും
ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾക്ക് പറ്റിയൊരു പ്രശ്നം അതാണ്. ഒരുപാട് ശ്രമിച്ചു പോകാൻ വേണ്ടിയിട്ട്, പക്ഷെ നടന്നില്ല. നേരെ മറിച്ച് ബൈക്കാണെങ്കിൽ ഞങ്ങൾ പോയിരുന്നു. കാറായത് കാരണം ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. അത്രയും ക്രൗഡായിരുന്നു, അനങ്ങാൻ പറ്റിയില്ല. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, വിഷമമുണ്ട് അതുകൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട്. കാരണം ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു പൂണ്ടി കൂക്കാൽ പോകണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് മിസ്സായി ആ പ്ലേസ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വന്നിട്ട് നേരെ ഇവിടെ ഒരാൾ പനനൊങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വെള്ളമുണ്ട്. ഈ ഏട്ടൻ നല്ല പറ്റിച്ച് ഞങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒരു നൊങ്ക് ഇട്ടുതരാം, 40 രൂപയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓരോ ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞ് പുള്ളിനോട് കുറേ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. കൊടൈക്കനാലത്തെ കുറേ കച്ചവടത്തിനെ പറ്റിയും ഇവിടുത്തെ ആൾക്കാരെ പറ്റിയൊക്കെ ചോദിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പുള്ളി പറയുന്നത് ഒരു ഗ്ലാസ്സിന് 140 രൂപയാണെന്നുള്ളത്. ഇത് വെറും തട്ടിപ്പാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സംഭവം ഊട്ടി പോകുമ്പോഴും ഈ പളനി കോയമ്പത്തൂർ പോകുന്ന സൈഡിലൊക്കെ കഴിക്കലുണ്ട്. 20 രൂപയാണ് ഒരു ഗ്ലാസ് വെള്ളത്തിന്, അല്ലെങ്കിൽ 40 രൂപ ചിലപ്പോൾ വാങ്ങും. പക്ഷേ ഇയാൾ 40 എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 40 തന്നെയാണ് കരുതി മേടിച്ചു. പക്ഷേ പുള്ളി ബില്ല് കൊടുക്കാൻ നേരത്താണ് പറഞ്ഞാൽ 140 രൂപ എന്നുള്ളത്. അത് ഇതിൻ്റെ ഇളനീരിൻ്റെ വെള്ളമാണ്, ആ തെങ്ങിൻ്റെ ആ നൊങ്കിൻ്റെ ഉള്ളിലുണ്ടാകുന്ന വെള്ളമാണ്. അത് നല്ല മധുരമുള്ളൊരു വെള്ളമാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല നേരത്തെ, കഴിക്കുന്ന ഫുഡിന് ഇത്രയേറെ പറ്റിക്കുന്ന ഒരാൾക്കാരെ അല്ലെങ്കിൽ ഒരു പ്രദേശം ഞാൻ കണ്ടിട്ടില്ല. കാരണം കിട്ടുന്ന പൈസ മുതലാക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. കാരണം ടൂറിസ്റ്റുകൾ വരും, അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന പൈസ മുതലാക്കി എടുക്കുക. പക്ഷെ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം ഇങ്ങനെയൊന്നും സമ്പാദിച്ചിട്ടൊരു കാര്യമില്ല. അതൊന്നും നമുക്ക് നല്ല കാര്യത്തിന് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് അവിടെ പോയി കച്ചറ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഓൾറെഡി നമ്മൾ കുടിച്ച് കഴിഞ്ഞിട്ടാണ് അവർ പറയുന്നത് 140 വെച്ചിട്ട് 250 രൂപ ബില്ലായിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ ഇവിടുന്ന് അത് കഴിഞ്ഞു. പിന്നെ അടുത്ത ലൊക്കേഷനിലേക്ക് നമ്മൾ അവിടുന്ന് പോയി. പോകുന്ന വഴിയൊക്കെ ചെക്കിങ് ഉണ്ടായിരുന്നു കേട്ടോ. ചെക്കിങ് എന്ന് പറഞ്ഞാൽ അന്യായ ചെക്കിങ്ങാണ്. 2 പോലീസുകാർ വരും, ബൈക്കിൽ നിർത്തിയിട്ട് തലങ്ങും വിലങ്ങും ചെക്ക് ചെയ്യണം, ഊതിപ്പിച്ചൊക്കെ ചെയ്ത്. എന്നിട്ട് ഞാൻ ചോദിച്ചു എന്തിനങ്ങനെ ചെക്ക് ചെയ്യണം വെച്ചപ്പോൾ ട്രാഫിക് ഉണ്ടായിട്ട് ചുമ്മാ ചെക്ക് ചെയ്യണമായിരുന്നു. എന്നിട്ട് വെള്ളം അടിച്ചിട്ടുണ്ടോ ചോദിച്ചു, ഇല്ല പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നല്ല പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞവരോന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ ഇവർ സകലതും എന്തെങ്കിലും ചെറിയ നമ്മളടുത്തൊരു ഫാൾട്ട് ഉണ്ടെങ്കിൽ അതിന് അവർ പറയുന്ന ഫൈനാണ്. ഫൈന് ബില്ലില്ലാത്ത ഇറങ്ങണമെങ്കിൽ പിന്നെ വേറെ സെറ്റിൽമെൻറ്റ് എമൗണ്ടാണ്. അങ്ങനെയാണ് ഇവന്മാരെ പരിപാടി. മലയാളീസിൻ്റെ വണ്ടി മാത്രമേ പിടിക്കണുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ പേപ്പർ ഫുള്ള് ഫിറ്റായിട്ട് പോവുക, വെള്ളമടിച്ച് വണ്ടി ഓട്ടാൻ നിൽക്കരുത്. റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പോലീസുകാർ പിടിക്കും. സീറ്റ് ബെൽറ്റ് ഇടുക, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കാരണം നമ്മളവിടെ ക്യാമറ ആണെങ്കിൽ ഇവിടെ റോഡ് സൈഡിൽ നിൽക്കുന്ന പോലീസുകാരാണ്. റോഡ് സൈഡിൽ നിൽക്കുന്ന പോലീസ് പറഞ്ഞാൽ പാൻറ്റ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഷർട്ട് അവർ ഓവർകോട്ട് ഇട്ടിട്ട് വേറെ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പോലീസുകാരെ നമുക്ക് പെട്ടെന്ന് അറിയില്ല, നമ്മൾ ബാക്ക് കൂടെ ഒന്ന് പിടിക്കുമ്പോൾ. ഇതാണ് ഞങ്ങൾ പറഞ്ഞ വ്യൂ പോയിൻ്റ് കിട്ടുക. ഞങ്ങൾ റൂമിൻ്റെ ബാക്കിലെത്തിയപ്പം ഇവിടുന്ന് പൊള്ളാച്ചി പളനി ഭാഗമൊക്കെ കാണുന്ന വ്യൂ പോയിൻ്റാണ്. പക്ഷേ അവിടുന്ന് ഒരു രക്ഷയിലൊന്നും കാണാൻ പറ്റുന്നില്ല. ഫുൾ കോടടിച്ച് കിടക്കണം താഴത്ത്. അപ്പം പകൽ സമയത്ത് ഇപ്പം ഞങ്ങളൊരു 4 മണിയായിട്ടുണ്ടാവും. ഞങ്ങൾ ഇവിടെ എത്തിയ ദിവസം നല്ല കോടയായിരുന്നു. ഭയങ്കര കോട. പിറ്റേ ദിവസം അത്ര വലിയ പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ റൂമിൽ പോയതിന് ശേഷം വീണ്ടും രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനും അനീഷും പുറത്തു പോയി വന്നു. അപ്പോൾ പുറത്ത് പോയി വന്ന സമയത്ത് അനീഷല്ല കേട്ടോ, കൂടെ ഉണ്ടായിരുന്നത് ശ്യാമാണ്. അനീഷിനെന്ന ക്ഷീണമാണ് പറഞ്ഞിട്ട് അവൻ കടന്നുറങ്ങി. അപ്പോൾ ശ്യാമിൻ്റെ കൂടെ വന്നു. അപ്പം താഴത്ത് ഞങ്ങൾ പോയിട്ട് പൊറോട്ട വാങ്ങി. ഒരു പൊറോട്ടയ്ക്ക് 25 രൂപ. ചിക്കൻ ചില്ലിയും വാങ്ങി. ഒരു ചെറിയ പോർഷൻ ചില്ലിക്ക് 150 രൂപയായിരുന്നു. ഒരു 6 ചില്ലിയും വാങ്ങി. അങ്ങനെ റൂമിലെത്തി. ഇത് പിറ്റേ ദിവസങ്ങൾ രാവിലെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് റൂമിൽ നിന്ന് ഇറങ്ങി. പിറ്റേ ദിവസം നമുക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. നല്ല കോടയൊക്കെ ഒന്ന് മാറി, ആകാശമൊക്കെ തെളിഞ്ഞ് നല്ലൊരു കാഴ്ച കിട്ടി. നല്ല വൃത്തി ഉണ്ടായിരുന്നു. കാണാൻ തെറ്റില്ലാത്ത ഒരു ക്ലൈമറ്റ് ആയിരുന്നു. നല്ല അടിപൊളിയായിട്ട് എല്ലാവരും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ഞങ്ങൾ ചെന്ന അന്നത്തെ ആ ഒരു ക്ലൈമറ്റ് അല്ലായിരുന്നു. നല്ലൊരു സെറ്റപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ ഈ പറഞ്ഞ കൂക്കാലും പൂണ്ടിയും മന്നവന്നൂരൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി. നല്ല മിസ്സായിട്ട് ആ പ്ലേസ് നല്ല അടിപൊളിയായിരുന്നു. ഞാൻ ഒരു ദിവസം നിന്നുള്ളൂ എന്നുണ്ടെങ്കിലും അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ക്യാമ്പ് ഫയർ ഇടണം എന്നൊക്കെയുള്ള പ്ലാൻ ഉണ്ടായിരുന്നു രാത്രി. പക്ഷെ ഒന്നും നടന്നില്ല. ഭയങ്കര കോടയും അതേപോലെ മഞ്ഞ് പെയ്ത്തുമായിരുന്നു. അപ്പോൾ ക്യാമ്പ് ഫയർ ഇട്ട് കഴിഞ്ഞാൽ അത് തീ കത്തി പിടിക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാവിലെ അവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുനീഫും ഷ്യാമും ടീമൊക്കെ താഴത്തെ അവിടുത്തെ ഒരു ഫ്രൂട്ട്സ് തോട്ടമുണ്ട്. അവിടുന്ന് എന്തൊക്കെ ഫ്രൂട്ട്സൊക്കെ നോക്കി അവരെന്തൊക്കെ സാമ്പിളൊക്കെ വേണ്ടിയിട്ട് അവിടുന്ന് 2-3 പറിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഫ്രാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും നിന്ന് നല്ലൊരു വ്യൂ കിട്ടി ഞങ്ങൾക്ക് ഇവിടെ. നല്ല ലൊക്കേഷനൊക്കെ ഉള്ളപ്പോൾ എല്ലാവരും നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ അടിച്ച്
എല്ലാവരും അവിടെ ഒരു അരമണിക്കൂറോളം നിന്ന് അടിപൊളി വൈബായിരുന്നു. ഒരു ഏരിയയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഞങ്ങളെ റൂമിൻ്റെ അവിടുത്തെ ഒരു സെറ്റപ്പ് സ്ഥലം കിട്ടിയത് ഞങ്ങൾക്ക് ഈ ലൊക്കേഷനിലാണ്. അങ്ങനെ കുറച്ച് ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് പിന്നെ ഞങ്ങൾ കാറും കൊണ്ടിറങ്ങി. എൻ്റെ കാറിൽ 4 പേരും, അനീഷിൻ്റെ കാറിൽ 5 പേരും, അങ്ങനെയാണ് ഞങ്ങൾ ട്രിപ്പ് ഇട്ടിരുന്നത്. അപ്പോൾ കാറിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആൾക്കാർ മാറി. കാറ് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടത് ഞാൻ തന്നെയായിരുന്നു. നമ്മൾ പളനി താഴത്തെത്തിയിട്ട് നമ്മളെ കൊടൈക്കനാൽ ചുരമൊക്കെ ഇറങ്ങി താഴെ അടിവാരത്തെത്തിയപ്പം ശ്യാം വിട്ടു. കാരണം അവന് എന്തെങ്കിലും ഒരു വർക്കിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ശ്രദ്ധ അല്ലെങ്കിൽ ആ മൈൻഡ് മാറും. അപ്പം കാറിൽ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ അവന് ഛർദ്ദിക്കാൻ വരിക എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കാർ ഓട്ടി. അതുവരെ ഞാൻ തന്നെ ഓട്ടിയത്. ഇതൊക്കെ കാണുന്നുണ്ടോ, ചെങ്കുത്തായ കയറ്റം. ഈ കയറ്റൊക്കെയാണ് ഞങ്ങൾ തലേ ദിവസം കയറിപ്പോയത്. ഇത്രയും കയറ്റമാണ്. വണ്ടി നല്ല കോടയും തണുപ്പും ഉണ്ടെങ്കിൽ വണ്ടിയിൽ ഫുൾ ഓടാണെങ്കിൽ വണ്ടി കയറില്ല. കാരണം അതിന് പ്രോപ്പറായിട്ട് വണ്ടിക്ക് ഓക്സിജൻ കിട്ടില്ല. ഓക്സിജൻ കിട്ടില്ല എന്നാൽ ഈ ഓക്സിജൻ ഉണ്ടെങ്കിലേ പ്രോപ്പറായിട്ട് ഫ്യൂൽ ഇഞ്ചെക്റ്റ് ചെയ്യുള്ളൂ. ഫ്യൂൽ ഇഞ്ചെക്റ്റ് ചെയ്താലേ വണ്ടി മൂവ് ആവുള്ളൂ. പെട്രോൾ കത്തില്ല ഈ തണുപ്പ് കാരണം. അങ്ങനെ ഞങ്ങൾ ടൗണിലെത്തിയപ്പോൾ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതിൽ റോഡിൻ്റെ സെൻറ്ററിലൊക്കെ ഓരോ കുറ്റികളുണ്ട്, ഇരുമ്പിൻ്റെ കുറ്റികൾ. നമ്മൾ വണ്ടിൻ്റെ വീല് കീറണതൊക്കെ നോക്കണം. അങ്ങനെ റോഡ് വളരെ മോശമാണ്. അങ്ങനെ ഞങ്ങൾ കൂക്കാല് പോവുകയാണ്. കൂക്കാല് പോകുന്ന റൂട്ടാണ് ഈ കാണുന്നത് കേട്ടോ. താഴെ ആ വ്യൂ പോയിൻറ്റിൽ റോക്ക് ഹിൽസ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണത്. ഇവിടെ കണ്ടില്ല, താഴത്ത് കോടടിച്ച് കിടക്കണ കാണുന്നത്. ഈ നമുക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു ഫെബ്രുവരി മാർച്ച് ഭാഗത്ത് നമ്മളെ നാട്ടിൽ നല്ല ചൂടുണ്ടാകുന്ന സമയത്ത് പോകാനും നല്ലത്. അപ്പം നമുക്ക് സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു തണുപ്പായിരിക്കും കൊടൈക്കനാൽ. നല്ല വ്യൂവും കിട്ടും. ഇപ്പം ഞങ്ങൾ പോയ ദിവസം ഫുള്ള് കോടയായിരുന്നു. ഈ കോട ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ സീനുകൾ കിട്ടില്ല. നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടണമെന്നുണ്ടെങ്കിൽ വെയിൽ വരുന്ന സമയത്ത് വേണം പോകാൻ. ഇതുണ്ടല്ലേ അടിഭാഗം കണ്ടില്ലേ, എന്തോ ഒരു ഭംഗിയായിരുന്നു അവിടെ കാണാൻ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോയി. അവിടെ ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്, കുറേ പേര് റീൽസ് എടുക്കുന്നുണ്ട്. ഒക്കെ കഴിഞ്ഞ് പോയി. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ തന്നെ കേട്ടോ. കാരണം ഞങ്ങൾ അന്ന് കോട ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ ഇന്നലെ വന്ന റൂട്ട് തന്നെയാണ്. ഇത്രയും ഭംഗി ഞങ്ങൾക്ക് കിട്ടിയില്ല. അങ്ങനെ താഴെ ചെന്നപ്പോൾ ഇവിടെ ചെറിയൊരു കട കണ്ടു. അപ്പോൾ അന്നത്തെ പ്രഭാത ഭക്ഷണം വിടുന്നായിരുന്നു. ഇവിടെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഒരുപാട് റീലിൽ കണ്ട സ്ഥലങ്ങളായിരിക്കും ഈ ലൊക്കേഷന്. ഞങ്ങള് 2 ഓംലെറ്റ്, 2 ബ്രെഡ്, 1 ചായ. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, പറയാൻ പോകുന്നത്. ഇതാണ് നമ്മളെ ആഫ്രിക്കൻ ഇതിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം കൂനാണ്. ഉദ്ദേശിച്ചിട്ട് നമ്മൾ സൂപ്പൊക്കെ ഉണ്ടാക്കും. അതെ, ഈ കൂണ് പറഞ്ഞാല് രാവിലെ നീച്ച് പല്ലേക്കും, കുളിക്കും, പിന്നെ ചായ കുടിക്കും. അതാണ് ആഫ്രിക്കയിൽ മാത്രം കണ്ടുവരുന്നത് പറഞ്ഞത്. ഇപ്പൊ കടയ്ക്ക് സാധനം വാങ്ങാൻ വന്നാണ്. നമ്മളെ നാട്ടിലും ഈ സെയിം ബിങ്കോ ആണ് വരുന്നത്. പക്ഷെ ഇവിടുത്തെ ബിങ്കോ മാത്രം ഭയങ്കര കാര്യം. അതെ, ഇത് കൊടൈക്കനാലത്തെ ബിങ്കോ, ഇതിന് നേരെ മുകളിൽ നമ്മളെ കേരളത്തിലെ ബിങ്കോ ആണ്. അതുകൊണ്ട് ഇതിൽ കാറ്റില്ല, ഇതിൽ കാറ്റുണ്ട്. നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു തരും, ഇതിലെന്താണ് ഇത്ര കാറ്റ്? നമ്മളെ നാട്ടിൽ വരുന്ന ഒരു സെയിം സാധനമാണ്. മുട്ടയും പാടെ ചെയ്ത് തരുന്നതിന് 50 രൂപ, ചായ 12 രൂപയെന്ന് തോന്നുന്നു, 12-15 ഇട്ടിന്. പക്ഷെ അന്യായ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കാരണം വിശന്നിട്ടായിരിക്കും. ഒരു 11 മണി 11:30 സമയമായിട്ടുണ്ട്. രാവിലെ ഒന്നും റൂമിൽ കെറ്റിലൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ടാണ് വന്നത്. അതിനുശേഷം ഞങ്ങൾ ഫോട്ടോഷൂട്ട് ആരംഭിച്ചിട്ടോ. അടിപൊളിയായിരുന്നു ഫോട്ടോഷൂട്ട്. നല്ല അടിപൊളി ലൊക്കേഷനിലാണ് ഞങ്ങൾ എത്തിയത്. അപ്പോൾ ഞങ്ങൾക്കൊരു പ്ലാനായി. മുനീഫിനും ശ്യാമിനൊക്കെ 12 മണിക്ക് ഷോറൂമിൽ, ഞായറാഴ്ച ദിവസമാണ്, അന്നൊരു ഡെലിവറി ഉണ്ട് എന്ന് പറഞ്ഞു. ഏതൊരു പയ്യന് അവൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് KTM വണ്ടിയാണ് കൊടുക്കുന്നത്. അപ്പം രാത്രി 12 മണിക്ക് ഡെലിവറി ഉണ്ട് എന്ന് പറഞ്ഞപ്പം ഞങ്ങൾക്ക് 12 മണി മുതൽ ഷോറൂമിൽ എത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവരെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എഴുതിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു നാട്ടിലേക്ക്. അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ ട്രിപ്പ്. നല്ല എൻജോയ്മെൻറ്റ് ചെയ്തു. നല്ല കാഴ്ചകൾ കിട്ടി ഞങ്ങൾക്ക്. പക്ഷേ ഒരിക്കൽ കൂടി ഞങ്ങൾ ടീമായിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പം ഫോണിലും ഗോപ്രോയിലും സ്റ്റോറേജ് കുറവായിരുന്നു. അപ്പോൾ അത് കാരണം കുറേ വിഷ്വൽസ് കട്ട് ചെയ്ത് ഒഴിവാക്കി. വീഡിയോക്ക് ഭയങ്കര ലെങ്ത് പോയി. അങ്ങനെ നമ്മൾ കൊടൈക്കനാൽ ട്രിപ്പ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഞങ്ങൾ നേരെ തിരിച്ച് പോവുകയാണ് നാട്ടിലേക്ക്. അപ്പം വീഡിയോ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ അമർത്തുക.